ട്രംപിന്റെ പുതിയ നീക്കങ്ങളോടെ അമേരിക്കയുടെ തൊട്ടടുത്ത് മറ്റൊരു യുദ്ധഭീതി ഉയർത്തുന്ന ക്യൂബൻ പ്രതിസന്ധിയും അതുപോലെ ഐക്യരാഷ്ട്രസഭയുടെ കരിമ്പട്ടികയിൽ ഉൾപ്പെട്ടതോടെ ഇസ്രായേൽ നേരിടുന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ നാണക്കേടും നമ്മൾ ഇന്ന് വിശകലനം ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, ചൈനയും പാകിസ്ഥാനും ചേർന്ന് അതിർത്തിയിൽ ഉയർത്തുന്ന യുദ്ധവുമില്ല സമാധാനവുമില്ലാത്ത ഭീഷണികൾക്ക് ഇന്ത്യൻ സൈന്യം നൽകുന്ന മാസ് മറുപടിയും കാനഡയ്ക്ക് ഇന്ത്യൻ നയതന്ത്രജ്ഞർ നൽകിയ ചുട്ടമറുപടിയും നമ്മൾ നോക്കും. ഇതിനെല്ലാം പുറമെയാണ് മെഡിറ്ററേനിയൻ കടലിൽ ബ്രാമോസ് മിസൈലുകളുമായി സൈപ്രസിനെ കൂട്ടുപിടിച്ച് തുർക്കിയെ ഞെട്ടിക്കുന്ന ഇന്ത്യയുടെ പവർ ഗെയിമും ചന്ദ്രന്റെ ഇരുണ്ട ആഴങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന വമ്പൻ നിധി കണ്ടെത്തിയ ചന്ദ്രയാൻ 2 ഓർബിറ്ററിന്റെ ISRO വിജയഗാഥയും ജിയോ പൊളിറ്റിക്സിലെ വൻ അട്ടിമറികളും ബഹിരാകാശ ശാസ്ത്രത്തിലെ ഈ വിപ്ലവകരമായ മുന്നേറ്റങ്ങളും പരിശോധിക്കാം. വെൽക്കം ടു ലോക. 90 മൈലുകൾ മാത്രം അകലെ ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയും ആ ശക്തിക്ക് മുന്നിൽ പതിറ്റാണ്ടുകളായിട്ട് തലകുനിക്കാത്ത ഒരു കൊച്ചു ദ്വീപ് രാഷ്ട്രവും നേർക്കുനേർ വന്നിരിക്കുകയാണ്. അതേ, നമ്മൾ സംസാരിക്കുന്നത് അമേരിക്കയും ക്യൂബയും തമ്മിലുള്ള പുതിയ യുദ്ധഭീഷണിയെക്കുറിച്ചാണ്. സോഷ്യൽ മീഡിയയിലാകെ ഇപ്പോൾ വലിയൊരു ചർച്ച നടക്കുന്നുണ്ട്. യൂട്യൂബിലും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും ഇപ്പോൾ ഒരു ഞെട്ടിക്കുന്ന ദൃശ്യം കറങ്ങി നടക്കുന്നുണ്ട്. അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ കരീബിയൻ കടലിൽ ക്യൂബയെ വളഞ്ഞു കഴിഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു ഗ്രീൻ സിഗ്നലിനായിട്ട് US സൈന്യം കാത്തു നിൽക്കുകയാണ്. വെനസ്വേലയ്ക്ക് പിന്നാലെ ട്രംപിന്റെ അടുത്ത ഇര ക്യൂബയാണോ, അതോ ഇതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ തുടക്കമാണോ? സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഈ ഫുൾ സ്കെയിൽ ഇന്നൊവേഷൻ വാർത്തകളുടെ യഥാർത്ഥ വസ്തുത എന്താണ്? അമേരിക്ക ശരിക്കും ക്യൂബയെ ആക്രമിക്കുമോ? പരിശോധിക്കാം. ആദ്യം തന്നെ എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത് എന്ന് നോക്കാം. US മിലിറ്ററിയുടെ ഏറ്റവും വലിയ എയർക്രാഫ്റ്റ് കാരിയറായ USS ജെറാൾഡ് ആർ ഫോർഡും അതുപോലെ USS നിമിറ്റ്സ് അടക്കമുള്ള യുദ്ധക്കപ്പലുകളും കരീബിയൻ കടലിൽ, അതായത് ക്യൂബയുടെ തൊട്ടടുത്ത് പാട്രോളിംഗ് നടത്തുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. വൻതോതിലുള്ള സാമ്പത്തിക ഉപരോധവും അമേരിക്ക ക്യൂബയ്ക്ക് മേൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മോസ്കോയിലും വെനസ്വേലയിലും ക്യൂബയ്ക്ക് നൽകിയിരുന്ന ഓയിൽ ഷിപ്മെന്റുകൾ അമേരിക്കൻ പ്രഷർ കാരണം തടസ്സപ്പെട്ടു. ഫലം എന്താണ്? ക്യൂബയിൽ വൻ പവർ കട്ടും ഇന്ധനക്ഷാമവുമാണ്. രാജ്യം കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതിനിടയിലാണ് തീയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ മറ്റൊരു സംഭവം ഉണ്ടായത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്ക മുൻ ക്യൂബൻ പ്രസിഡന്റ് റോൾ കാസ്ട്രോയ്ക്കും മറ്റ് 5 ഉദ്യോഗസ്ഥർക്കുമെതിരെ ഒരു ക്രിമിനൽ കുറ്റപത്രം പുറപ്പെടുവിച്ചു. 1996-ൽ 2 അമേരിക്കൻ വിമാനങ്ങൾ ക്യൂബ വെടിവെച്ചിട്ട കേസിലാണ് ഈ ഒരു നീക്കം ഇപ്പോൾ വരുന്നത്. തങ്ങളുടെ മണ്ണിൽ വന്ന് വിചാരണ നേരിടാനാണ് US ആവശ്യപ്പെടുന്നത്. ഇതിനെ തുടർന്നാണ് യുദ്ധക്കപ്പലുകൾ കരീബിയൻ കടലിലേക്ക് എത്തിയത്. ഇതോടെയാണ് അമേരിക്കൻ സൈന്യം ക്യൂബയെ വളഞ്ഞു എന്ന വാർത്തകൾ പരക്കാൻ തുടങ്ങിയത്. ഇനി ഇതിന്റെ പുറകിലെ ചരിത്രം നമ്മൾ അറിഞ്ഞിരിക്കണം. അമേരിക്കയും ക്യൂബയും തമ്മിലുള്ള ശത്രുതയ്ക്ക് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. 1959-ൽ ഫിഡൽ കാസ്ട്രോയുടെ നേതൃത്വത്തിൽ ക്യൂബൻ വിപ്ലവം നടക്കുകയും അവിടെ ഉണ്ടായിരുന്ന US അനുകൂല ഭരണകൂടത്തെ പുറത്താക്കുകയും ചെയ്തു. അതോടെ ക്യൂബ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായി മാറുകയായിരുന്നു. അമേരിക്കയുടെ തൊട്ടടുത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യം വരുന്നത് അന്നത്തെ USന് സഹിക്കാനാവുന്നതിലും അപ്പുറമായിരുന്നു. ക്യൂബയെ തകർക്കാൻ 1961-ൽ അമേരിക്ക ബേ ഓഫ് പിഗ്സ് ഇന്നൊവേഷൻ ഒരു അധിനിവേശം നടത്തി. അത് നോക്കിയെങ്കിലും ഫിദൽ കാസ്ട്രോയുടെ സൈന്യം അവരെ പരാജയപ്പെടുത്തി. പിന്നീട് 1962-ൽ സോവിയറ്റ് യൂണിയൻ ക്യൂബയിൽ മിസൈലുകൾ സ്ഥാപിക്കാൻ നോക്കിയപ്പോൾ ഉണ്ടായ ക്യൂബൻ മിസൈൽ പ്രതിസന്ധി ലോകത്തെ മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ വക്കിൽ വരെ എത്തിച്ചതാണ്. അന്ന് തൊട്ട് ഇന്ന് വരെ ക്യൂബയെ സാമ്പത്തികമായി തകർക്കാൻ US വലിയ രീതിയിലുള്ള ഉപരോധങ്ങൾ ഏർപ്പെടുത്തി വരികയാണ്. ഇനി ശരിക്കും നമ്മുടെ പ്രധാന ചോദ്യത്തിലേക്ക് വരാം. US ശരിക്കും ക്യൂബയെ ഇൻവേഡ് ചെയ്യുമോ? സത്യം പറഞ്ഞാൽ നാളെ തന്നെ ഒരു അധിനിവേശം ഉണ്ടാകാൻ സാധ്യത കുറവാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, അമേരിക്കയുടെ സദേൺ കമാൻഡ് തലവനായ ജനറൽ ഫ്രാൻസിസ് ഡൊനോവൻ വ്യക്തമാക്കിയത് US മിലിറ്ററി ക്യൂബയെ പിടിച്ചെടുക്കാനോ ആക്രമിക്കാനോ ഉള്ള ഒരു പ്ലാനിങ്ങും നിലവിൽ നടത്തുന്നില്ല എന്നാണ്. ഗ്വാണ്ടനാമ ബേയിലുള്ള അമേരിക്കൻ ബേസും അതുപോലെ തങ്ങളുടെ എംബസിയും സംരക്ഷിക്കുക, അഥവാ ക്യൂബയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ കാരണം ജനങ്ങൾ കൂട്ടത്തോടെ അമേരിക്കയിലേക്ക് പലായനം ചെയ്താൽ അത് നിയന്ത്രിക്കുക, ഇതിനൊക്കെയാണ് സൈന്യം തയ്യാറെടുക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ എന്തിനാണ് ട്രംപ് ഈ ഒരു ഫ്രണ്ട്ലി ടേക്ക് ഓവർ എന്നും ക്യൂബയെ ഞങ്ങൾ കൈകാര്യം ചെയ്യുമെന്നും ഒക്കെ പറയുന്നത്? ഇതിന് പിന്നിൽ കൃത്യമായ പോളിറ്റിക്സ് ഉണ്ട്. ഒന്നാമതായിട്ട് അമേരിക്കയിൽ വരാനിരിക്കുന്ന മിഡ് ടേം ഇലക്ഷൻ ആണ്. ഫ്ലോറിഡ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ വലിയൊരു വിഭാഗം ക്യൂബൻ അമേരിക്കൻ വോട്ടർമാരുണ്ട്. അവർക്ക് കാസ്ട്രോ കുടുംബത്തോട് കടുത്ത എതിർപ്പാണ്.
അവരെ കയ്യിലെടുക്കാനുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റണ്ട് കൂടിയാണിത്. ഇനി രണ്ടാമതായിട്ട് US സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോ പറഞ്ഞത് ചൈനയ്ക്കും റഷ്യയ്ക്കും ക്യൂബയിലുള്ള സ്വാധീനം കുറയ്ക്കാനാണ് ഈ ഒരു പ്രഷർ എന്നാണ്. അതായത് ബോംബിട്ട് തകർക്കുന്ന യുദ്ധമല്ല, മറിച്ച് ശ്വാസം മുട്ടിച്ച് കീഴടക്കുന്ന സാമ്പത്തിക യുദ്ധമാണ് അമേരിക്ക ഇപ്പോൾ ക്യൂബയ്ക്കെതിരെ പ്രയോഗിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ അമേരിക്കൻ സൈന്യം ക്യൂബയെ വളഞ്ഞു എന്ന് പറയുന്ന വാർത്തകളിൽ കുറച്ചൊക്കെ സത്യമുണ്ട്, അല്ലെങ്കിൽ അതിശോക്തിയുണ്ട്. പക്ഷേ ക്യൂബയ്ക്ക് മേലുള്ള അമേരിക്കയുടെ പിടിമുറുക്കലും അതുപോലെ കടുത്ത സാമ്പത്തിക ഉപരോധവും അവിടുത്തെ ജനങ്ങളുടെ ജീവിതം നരകതുല്യമാക്കിയിട്ടുണ്ട് എന്നത് ഒരു കൈപ്പേറിയ യാഥാർത്ഥ്യമാണ്. വെനസ്വേലയിൽ വിജയിച്ചതുപോലെ ഒരു ഭരണകൂട മാറ്റം ക്യൂബയിലും കൊണ്ടുവരാൻ ട്രംപ് പരമാവധി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇതൊരു വലിയ സൈനിക അധിനിവേശത്തിലേക്ക് നീങ്ങുമോ എന്ന് വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ സാധിക്കൂ. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇസ്രായേൽ എന്ന രാജ്യം അതിന്റെ ഏറ്റവും നാണം കെട്ട അവസ്ഥയിലേക്ക് വീണിരിക്കുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേലിന് ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു തിരിച്ചടി കിട്ടിയിരിക്കുകയാണ്. യുദ്ധഭൂമിയിൽ സ്വന്തം ശത്രുക്കളെ കീഴടക്കാൻ ലൈംഗിക അതിക്രമങ്ങളെ ഒരു ആയുധമായി ഉപയോഗിച്ച് ക്രൂരമായ രാജ്യങ്ങളുടെ ആ കരിമ്പട്ടികയിലേക്ക്, ആ ബ്ലാക്ക് ലിസ്റ്റിലേക്ക്, അതെ UN-ന്റെ ഒഫീഷ്യൽ ബ്ലാക്ക് ലിസ്റ്റിലേക്ക് ഇസ്രായേലിനെ ഇപ്പോൾ ചേർത്ത് കഴിഞ്ഞു. ഇസ്രായേലിന്റെ തടവറകളിൽ പലസ്തീൻ സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ നടന്ന നരകയാതനകൾ വെറും ഒരു ആരോപണമല്ല, 100% സത്യമാണ് എന്ന് UN അടിവരയിടുന്നു. ഈ വാർത്ത പുറത്തു വന്നതോടെ കടുത്ത അമർഷത്തിലാണ് ഇസ്രായേൽ ഭരണകൂടം. അവർ ഇതിനോട് പ്രതികരിച്ചത് എങ്ങനെയാണെന്നോ? UN ജനറൽ സെക്രട്ടറി അന്റോണിയോ ഗുട്ടറസിനെ പൂർണ്ണമായിട്ട് ബഹിഷ്കരിക്കാനും അദ്ദേഹവുമായിട്ട് ഒരു ബന്ധവും വേണ്ട എന്നും ഇസ്രായേൽ തീരുമാനിച്ചു കഴിഞ്ഞു. എന്താണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ജയിലുകളിലും ഗാസയിലും നടക്കുന്നത്? അവിടെ നിന്നും രക്ഷപ്പെട്ട ദക്ഷിണ കൊറിയൻ ആക്ടിവിസ്റ്റുകൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ആ ഞെട്ടിക്കുന്ന സത്യങ്ങൾ എന്തൊക്കെയാണ്? എന്തുകൊണ്ടാണ് UN ഇങ്ങനെ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് എത്തിയത്? നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിൽ സമർപ്പിക്കാൻ പോകുന്ന വാർഷിക റിപ്പോർട്ടിലാണ് ഇസ്രായേലിനെ ഈ ഒരു ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലെ ഗാസ യുദ്ധത്തിനിടയിലും ഇസ്രായേലിന്റെ ഡിറ്റൻഷൻ സെന്ററുകളിലും പലസ്തീൻ തടവുകാർക്ക് നേരെ ക്രൂരമായ ലൈംഗിക അതിക്രമങ്ങളും പീഡനങ്ങളും നടന്നു എന്നതിന് വ്യക്തമായ തെളിവുകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് UN-ന്റെ ഈ ഒരു നടപടി വരുന്നത്. പ്രത്യേകിച്ച് ഇസ്രായേൽ പ്രിസൺ സർവീസിന് IPS-ന് നേരെയാണ് UN വിരൽ ചൂണ്ടുന്നത്. പലസ്തീനിൽ നിന്നുള്ള സ്ത്രീകളെയും കുട്ടികളെയും പുരുഷന്മാരെയും ഇസ്രായേലി സൈന്യവും ജയിൽ അധികൃതരും ക്രൂരമായിട്ട് പീഡിപ്പിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ അത് ഐക്യരാഷ്ട്രസഭ തന്നെ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു ബ്ലാക്ക് ലിസ്റ്റിൽ രാജ്യം ഉൾപ്പെടുന്നത്. ഇതിനോട് ചേർത്ത് വായിക്കേണ്ട, കേൾക്കുമ്പോൾ തന്നെ മനസ്സ് മടുപ്പിക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ട്. പലസ്തീനിലെ മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾക്ക് പോയ ചില സൗത്ത് കൊറിയൻ ആക്ടിവിസ്റ്റുകളെ ഇസ്രായേൽ സൈന്യം തടവിലാക്കിയിരുന്നു. ജയിൽ മോചിതരായ ശേഷം അവർ മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ തികച്ചും ഞെട്ടിക്കുന്നതാണ്. ഇസ്രായേലി തടവറകളിൽ പലസ്തീൻ സ്ത്രീകൾ നേരിടുന്ന നരകയാതനകൾ അവർ നേരിട്ട് കണ്ട കാര്യങ്ങൾ വിവരിച്ചു. വിവസ്ത്രരാക്കി നിർത്തുക, ക്രൂരമായിട്ട് മർദ്ദിക്കുക, നിരന്തരമായിട്ട് ലൈംഗികമായി അധിക്ഷേപിക്കുക തുടങ്ങിയ അതിക്രമങ്ങളാണ് ഇസ്രായേൽ അധികൃതർ ചെയ്യുന്നത്. ഇത് കേവലം വ്യക്തിപരമായ കുറ്റകൃത്യങ്ങളല്ല, മറിച്ച് പലസ്തീൻ ജനതയുടെ ആത്മവീര്യം തകർക്കാൻ ഇസ്രായേൽ ബോധപൂർവം ഉപയോഗിക്കുന്ന ഒരു പോരാട്ട ആയുധമാണ് എന്നാണ് ഈ ആക്ടിവിസ്റ്റുകൾ ലോകത്തോട് വിളിച്ചു പറയുന്നത്. ഈ ബ്ലാക്ക് ലിസ്റ്റ് വാർത്ത പുറത്തു വന്നതോടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും മറ്റു ഉന്നത ഉദ്യോഗസ്ഥരും കടുത്ത രോഷത്തിലാണ്. ഇതിന്റെ പ്രതികരണം എന്നോണം UN ചീഫ് അന്റോണിയോ ഗുട്ടറസിനെ ഇസ്രായേൽ പൂർണ്ണമായും ഫ്രീസ് ഔട്ട് ചെയ്തിരിക്കുകയാണ്. അതായത് അദ്ദേഹവുമായിട്ട് യാതൊരുവിധ നയതന്ത്ര ചർച്ചകൾക്കും ഇനി തങ്ങളില്ല എന്നാണ് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. UN-ലെ ഇസ്രായേലിന്റെ അംബാസിഡറായ ഡാനി ഡാനോൺ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ പങ്കുവച്ച ഒരു വീഡിയോയിലൂടെയാണ് ഇതിനെതിരെ ആഞ്ഞടിച്ചത്. അന്റോണിയോ ഗുട്ടറസ് എന്ന ഈ ജനറൽ സെക്രട്ടറിയുമായി ഞങ്ങളുടെ എല്ലാ ബന്ധങ്ങളും അവസാനിച്ചു. വി ആർ ഡൺ വിത്ത് ദിസ് സെക്രട്ടറി ജനറൽ എന്നാണ് ഡാനി ഡാനോൺ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. UN-ന്റെ ഈ തീരുമാനം തികച്ചും രാഷ്ട്രീയ പ്രേരിതവും വസ്തുതകളുമായോ യഥാർത്ഥ സാഹചര്യങ്ങളുമായിട്ടോ യാതൊരു ബന്ധവും ഇല്ലാത്തത് ആണ് എന്നാണ് ഇസ്രായേലിന്റെ വാദം. തങ്ങളെപ്പോലെ ഒരു രാജ്യത്തെ ലൈംഗിക അതിക്രമങ്ങളുടെ പേരിൽ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തത് തികച്ചും അപകീർത്തിപരവും അതിരുകടന്നതുമായിട്ടുള്ള നീക്കവുമാണ് എന്നും അദ്ദേഹം ആവർത്തിച്ചു. ഇസ്രായേലി വിദേശകാര്യ മന്ത്രാലയം പറയുന്നത് ഈ റിപ്പോർട്ട് തികച്ചും പക്ഷപാതപരമാണ് എന്നാണ്. ഹമാസ് ചെയ്ത ക്രൂരതകൾ UN കാണുന്നില്ല എന്നും ഇസ്രായേലിനെ മനഃപൂർവ്വം ആഗോളതലത്തിൽ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുകയാണ് എന്നുമാണ് അവരുടെ വാദം. എന്നാൽ UN തങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. കൃത്യമായ അന്വേഷണങ്ങൾക്കും അന്താരാഷ്ട്ര ഏജൻസികളുടെ റിപ്പോർട്ടുകൾക്കും ശേഷമാണ് ഇസ്രായേലി അധികാരികളെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതെന്ന് UN വക്താക്കൾ വ്യക്തമാക്കുന്നുണ്ട്. ഈ ഒരു നീക്കം ഇസ്രായേലിന് അന്താരാഷ്ട്ര തലത്തിൽ
വലിയൊരു തിരിച്ചടിയാണ് നൽകുന്നത്. കാരണം ഇതുവരെ ഹമാസിനെതിരെയും മറ്റ് തീവ്രവാദ ഗ്രൂപ്പുകൾക്കെതിരെയും യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞിരുന്ന ഇസ്രായേലിന്റെ മുഖംമൂടിയാണ് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭ തന്നെ വലിച്ചു കീറിയിരിക്കുന്നത്. ഗാസയിൽ നടക്കുന്നത് കേവലം ഒരു യുദ്ധമല്ല, മറിച്ച് വംശഹത്യയാണ് എന്ന വാദങ്ങൾക്ക് ഈ ഒരു റിപ്പോർട്ട് കൂടുതൽ ശക്തി പകരുന്നുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും മറ്റ് അന്താരാഷ്ട്ര സഖ്യകക്ഷികളിൽ നിന്നും ഇസ്രായേലിന് മേൽ ഇനി വലിയ രീതിയിലുള്ള സമ്മർദ്ദം വരാൻ സാധ്യതയുണ്ട്. കൂടാതെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ICC നടത്തുന്ന അന്വേഷണങ്ങളിലും ഈ UN റിപ്പോർട്ട് വലിയൊരു തെളിവായി മാറും. യുദ്ധങ്ങൾക്ക് പോലും ചില നിയമങ്ങളുണ്ട്. എന്നാൽ ആ നിയമങ്ങളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത് എന്നാണ് UNന്റെ ഈ ഒരു ബ്ലാക്ക് ലിസ്റ്റ് തെളിയിക്കുന്നത്. സ്വന്തം മണ്ണിൽ നിന്നും ആട്ടി ഓടിക്കപ്പെടുന്ന ഒരു ജനതയോട്, അതും തടവറകളിൽ കിടക്കുന്ന സ്ത്രീകളോടും കുട്ടികളോടും കാണിക്കുന്ന ഈ ക്രൂരതയ്ക്ക് കാലം മറുപടി നൽകുമോ എന്ന് നമ്മൾ കണ്ടറിയണം. ഇന്ത്യയുടെ കണ്ണ് കശ്മീരിലും ലഡാക്കിലും മാത്രമാണ് എന്ന് വിചാരിച്ചവർക്ക് തെറ്റി. ഡൽഹിയിൽ നിന്നും 5000-ലധികം കിലോമീറ്ററുകൾക്ക് അകലെ യൂറോപ്പിന്റെ നെഞ്ചുകീറി ഒഴുകുന്ന മെഡിറ്ററേനിയൻ കടലിൽ ഇന്ത്യ ഇപ്പോൾ ഒരു വമ്പൻ സൈനിക നയതന്ത്ര അട്ടിമറിക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. അതെ, ആഗോള രാഷ്ട്രീയത്തിലെ സമവാക്യങ്ങൾ മാറ്റിമറിച്ചുകൊണ്ട് തുർക്കിയുടെ തൊട്ടടുത്ത് സൈപ്രസുമായിട്ട് ചേർന്ന് ഇന്ത്യ ഒരു പുതിയ പവർ ബ്ലോക്ക് നിർമ്മിക്കുകയാണ്. കശ്മീർ വിഷയത്തിൽ പാകിസ്ഥാനെ കൂട്ടുപിടിച്ച് ഇന്ത്യക്കെതിരെ നിരന്തരം കളിച്ച തുർക്കി പ്രസിഡന്റ് എർദോഗാന്റെ ഉറക്കമാണ് മോദിയുടെ ഈ ഒരൊറ്റ നീക്കത്തോടെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ ഞങ്ങളുടെ അതിർത്തിയിൽ കണ്ണുവെച്ചാൽ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വന്ന് ഞങ്ങൾ പൂട്ടും എന്ന ഇന്ത്യയുടെ കട്ട ലോക്കൽ മറുപടിയാണിത്. ഇന്ത്യയുടെ അഭിമാനമായ ബ്രഹ്മോസ് മിസൈലുകൾ മെഡിറ്ററേനിയൻ കടലിലേക്ക് വണ്ടി കയറാൻ പോവുകയാണ്. എന്താണ് പാകിസ്ഥാനും തുർക്കിയും ഒരുപോലെ ഭയക്കുന്ന ഇന്ത്യയുടെ ആ രഹസ്യ ഓപ്പറേഷൻ? എന്താണ് മെഡിറ്ററേനിയൻ കടലിൽ ഇന്ത്യ നടത്തുന്ന ധീരമായ നീക്കം? ഈ ആഗോള രാഷ്ട്രീയ രഹസ്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. വാർത്തകളിലേക്ക് വരാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യയിൽ വെച്ച് ഒരു പ്രധാനപ്പെട്ട നയതന്ത്ര കൂടിക്കാഴ്ച നടന്നു. മെഡിറ്ററേനിയൻ രാജ്യമായ സൈപ്രസിന്റെ പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോഡൌഡിലസ് ഇന്ത്യ സന്ദർശിക്കുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. വെറും ഒരു സന്ദർശനമായിരുന്നില്ല ഇത്. ഇന്ത്യ സൈപ്രസ് ബന്ധത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ്, അതായത് തന്ത്രപ്രധാന സഖ്യത്തിലേക്ക് ഉയർത്തിയിരിക്കുകയാണ് ഇരു രാജ്യങ്ങളും. അടുത്ത 5 വർഷത്തേക്കുള്ള, അതായത് 2026 മുതൽ 2031 വരെ നീളുന്ന 5 വർഷത്തേക്ക് ഒരു വൻ പ്രതിരോധ റോഡ് മാപ്പിലാണ് ഇവർ ഒപ്പുവെച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം എന്താണെന്നോ? ഇന്ത്യയുടെ അഭിമാനമായ ബ്രാഹ്മോസ് മിസൈലുകളും ആകാശ് എയർ ഡിഫൻസ് സിസ്റ്റവും നാഗാസ്ത്ര ഡ്രോണുകളും വാങ്ങാൻ സൈപ്രസ് കടുത്ത താല്പര്യം കാണിച്ചിരിക്കുകയാണ്. പ്രതിരോധം, സൈബർ സെക്യൂരിറ്റി, കൗണ്ടർ ടെററിസം, മാരിടൈം സെക്യൂരിറ്റി തുടങ്ങി വമ്പൻ മേഖലകളിലാണ് ഇന്ത്യയും സൈപ്രസും കൈകോർക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ പിന്നിലെ യഥാർത്ഥ കളിയിലേക്ക് വരാം. എന്തുകൊണ്ടാണ് തുർക്കിയുടെ പ്രസിഡന്റ് റജബ് ത്വയ്യിബ് എർദോഗാനും പാകിസ്ഥാനും ഈ സഖ്യം കണ്ട് ഞെട്ടിയിരിക്കുന്നത്? ഇതിനുള്ള ഉത്തരം ലളിതമാണ്. ഇന്ത്യയെ അന്താരാഷ്ട്ര തലത്തിൽ ബുദ്ധിമുട്ടിക്കാൻ തുർക്കിയും പാകിസ്ഥാനും ചേർന്നൊരു സഖ്യമുണ്ടാക്കിയിട്ടുണ്ട്. കശ്മീർ വിഷയത്തിൽ ഇന്ത്യക്കെതിരെ എപ്പോഴും പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന ഒരേ ഒരു രാജ്യം തുർക്കിയാണ്. അടുത്തിടെ നടന്ന ഇന്ത്യ പാക് അതിർത്തി സംഘർഷങ്ങളിലും, അതായത് ഓപ്പറേഷൻ സിന്ദൂർ പോലെയുള്ളവയിലും പാകിസ്ഥാന് തുർക്കി വലിയ രീതിയിലുള്ള ഡ്രോണുകളും സൈനിക സഹായങ്ങളും നൽകിയിരുന്നു. ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന തുർക്കിയുടെ ഈ കളിക്ക് അവരുടെ വീട്ടിൽ ചെന്ന് തന്നെ മറുപടി നൽകാനാണ് ഇന്ത്യ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. തുർക്കിയുടെ ജിയോഗ്രാഫിക്കൽ ലൊക്കേഷൻ ഒന്ന് നോക്കൂ. മെഡിറ്ററേനിയൻ കടലിൽ തങ്ങളാണ് രാജാവ് എന്നാണ് തുർക്കി വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ തുർക്കിയുടെ ശത്രു രാജ്യങ്ങളായ ഗ്രീസ്, സൈപ്രസ്, അർമേനിയ എന്നിവരുമായിട്ട് ഇന്ത്യ ഇപ്പോൾ അതിശക്തമായ സഖ്യമുണ്ടാക്കിയിരിക്കുകയാണ്. കശ്മീർ വിഷയത്തിൽ തുർക്കി പാകിസ്ഥാനെ പിന്തുണയ്ക്കുമ്പോൾ സൈപ്രസ് വിഷയത്തിൽ ഇന്ത്യ സൈപ്രസിനെ പിന്തുണയ്ക്കുന്നു. ഒന്ന് ഓർക്കണം, സൈപ്രസിന്റെ ഒരു ഭാഗം തുർക്കി നിയമവിരുദ്ധമായിട്ട് കൈക്കലാക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ആ സൈപ്രസിന് ഇന്ത്യ ബ്രാഹ്മോസ് മിസൈലുകൾ കൂടി നൽകിയാൽ അത് തുർക്കിയുടെ നെഞ്ചിലേക്കുള്ള കൂരമ്പായി മാറും. അതായത് നിങ്ങൾ ഞങ്ങളുടെ കശ്മീരിൽ കളിച്ചാൽ ഞങ്ങൾ നിങ്ങളുടെ മെഡിറ്ററേനിയനിൽ കളിക്കുമെന്ന സ്ട്രെയിറ്റ് ഫോർവേഡ് മെസ്സേജാണ് ഇന്ത്യ അങ്കാറയ്ക്ക് നൽകുന്നത്. ഇനി ഇതിന് മറ്റൊരു സാമ്പത്തിക വശവുമുണ്ട്. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അറബ് രാജ്യങ്ങൾ വഴി യൂറോപ്പിലേക്ക് ഇന്ത്യ നടത്തുന്ന വമ്പൻ ട്രേഡ് റൂട്ടാണിത്. ഈ റൂട്ടിന്റെ യൂറോപ്പിലേക്കുള്ള പ്രധാന ഗേറ്റ്വേ എന്ന് പറയുന്നത് ഗ്രീസും സൈപ്രസും അടങ്ങുന്ന മെഡിറ്ററേനിയൻ കടലാണ്. ഈ റൂട്ടിൽ നിന്നും തുർക്കിയെ ഇന്ത്യ പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുകയാണ്. പ്രതിവർഷം $80 ബില്യൺ വ്യാപാരമാണ് ഇന്ത്യ ഈ മെഡിറ്ററേനിയൻ രാജ്യങ്ങളുമായിട്ട് നടത്തുന്നത്. സൈപ്രസുമായി ഇപ്പോൾ ഒപ്പുവെച്ച ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് വഴി അടുത്ത 5 വർഷത്തിനുള്ളിൽ ഈ നിക്ഷേപങ്ങൾ ഇരട്ടിയാക്കാനാണ് ഇന്ത്യയുടെ പ്ലാൻ. ചുരുക്കത്തിൽ തുർക്കിയെ സാമ്പത്തികമായും സൈനികമായും ഒറ്റപ്പെടുത്താനുള്ള ഇന്ത്യയുടെ മാസ്റ്റർ പ്ലാൻ ആണ് ഇപ്പോൾ വിജയകരമായി നടപ്പിലാക്കുന്നത്. അപ്പോൾ പഴയതുപോലെ ഭീഷണിപ്പെടുത്തലുകൾക്ക് മുന്നിൽ തലകുനിക്കുന്ന ഒരു ഇന്ത്യ അല്ല ഇന്നുള്ളത്. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും പ്രധാനമന്ത്രി മോദിയും നയിക്കുന്ന പുതിയ നയതന്ത്രം ശത്രുക്കളുടെ കോട്ടയിൽ ചെന്ന് തന്നെ അവരെ പൂട്ടുന്ന രീതിയിലുള്ളതാണ്. മെഡിറ്ററേനിയൻ കടലിലെ ഇന്ത്യയുടെ ഈ പുതിയ പവർ ഗെയിം പാകിസ്ഥാൻ തുർക്കി അച്ചുതണ്ടിനെ തകർക്കുമെന്ന് ഉറപ്പാണ്. ബഹിരാകാശ ഗവേഷണത്തിൽ ഇന്ത്യ വീണ്ടും ചരിത്രം കുറിച്ചിരിക്കുകയാണ്.
പലരും വിചാരിക്കുന്നത് ചന്ദ്രയാൻ 2 മിഷൻ ഒരു പരാജയമായിരുന്നു എന്നാണ്. കാരണം അതിന്റെ ലാൻഡർ ചന്ദ്രനിൽ ക്രാഷ് ലാൻഡ് ചെയ്തിരുന്നു. പക്ഷെ സത്യം അതല്ല. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ചന്ദ്രനെ വലം വയ്ക്കുന്ന ചന്ദ്രയാൻ 2 ഓർബിറ്റർ ഇപ്പോൾ മനുഷ്യരാശിയുടെ ഭാവി തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ഞെട്ടിക്കുന്ന കണ്ടെത്തൽ നടത്തിയിരിക്കുകയാണ്. പല അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ചന്ദ്രന്റെ ആർക്കും പിടികൊടുക്കാത്ത തെക്കേ ധ്രുവത്തിൽ, അതായത് ലൂണാർ സൗത്ത് പോളിൽ ഉപരിതലത്തിന് സർഫസിന്റെ അടിയിലായിട്ട് വൻതോതിൽ ഐസ്, മഞ്ഞുമലകൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന ശക്തമായ തെളിവുകൾ ഇന്ത്യ കണ്ടെത്തിയിരിക്കുകയാണ്. സാധാരണ ഐസല്ല, കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് സൂര്യപ്രകാശം പോലും വീഴാത്ത അതീവ രഹസ്യമായ അറകളിലാണ് ഇത് കിടക്കുന്നത്. എന്താണ് ഈ ഡബ്ലി ഷാഡോഡ് ക്രേറ്റർ? ഇന്ത്യ ഇത് എങ്ങനെയാണ് കണ്ടെത്തിയത്? നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആദ്യം തന്നെ ഏറ്റവും പുതിയ വിവരങ്ങളിലേക്ക് വരാം. അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി PRL ശാസ്ത്രജ്ഞരാണ് ചന്ദ്രയാൻ 2 അയച്ച ഡേറ്റകൾ വിശകലനം ചെയ്ത് ഈ വമ്പൻ പ്രഖ്യാപനം നടത്തിയത്. ഇതിനായിട്ട് അവർ ഉപയോഗിച്ചത് ചന്ദ്രയാൻ 2 ഏറ്റവും അത്യാധുനികമായ ഒരു ഇൻസ്ട്രുമെന്റ് ആണ് DFSAR, ഡ്യുവൽ ഫ്രീക്വൻസി സിന്തറ്റിക് അപ്പേർച്ചർ റേഡാർ. ഇത് ചന്ദ്രന്റെ വെറും ഒരു ഫോട്ടോ എടുക്കുന്ന ക്യാമറയല്ല, മറിച്ച് ചന്ദ്രന്റെ ഉപരിതലത്തിലേക്ക് മലിനമല്ലാത്ത മൈക്രോവേവ് സിഗ്നൽസ് കടത്തിവിട്ട് അത് എങ്ങനെ തിരിച്ചു വരുന്നു എന്ന് നോക്കിയിട്ട് ഭൂഗർഭ പാളികൾ മാപ്പ് ചെയ്യുന്ന റേഡാർ സാങ്കേതിക വിദ്യയാണ്. ചന്ദ്രനെ പഠിക്കാൻ പോയ ലോകത്തിലെ തന്നെ ആദ്യത്തെ ഫുള്ളി പോളാരിമെട്രിക് റേഡാറാണിത്. ചന്ദ്രന്റെ മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങാൻ ഈ റേഡാറിന് കഴിയും. അവിടെയാണ് പാറക്കൂട്ടങ്ങൾക്കിടയിൽ ിക്കുന്ന ഐസിന്റെ സിഗ്നലുകൾ ഈ റേഡാർ കൃത്യമായി പിടിച്ചെടുത്തത്. ഇനി ശാസ്ത്രജ്ഞർ പറയുന്ന വിചിത്രമായ ഒരു പ്രതിഭാസത്തെ കുറിച്ച് പറയാം. ഡബ്ലി ഷാഡോഡ് ക്രേറ്റർ, ഇരട്ട നിഴൽ കുഴികൾ. ചന്ദ്രന്റെ തെക്കേ ധ്രുവത്തിൽ വലിയ വലിയ അഗ്നിപർവ്വത സമാനമായ കുഴികളുണ്ട്, ക്രേറ്റേഴ്സ് ഉണ്ട്. ഇതിൽ ചില കുഴികളുടെ ഉള്ളിൽ വലിയ ആഴമുള്ള മറ്റ് ചെറിയ കുഴികളുമുണ്ട്. സൂര്യപ്രകാശം ഈ വലിയ കുഴികളിൽ വീഴില്ല എന്ന് മാത്രമല്ല, അതിന്റെ ഉള്ളിലെ ചെറിയ കുഴികളിലേക്ക് പ്രകാശത്തിന്റെ ഒരു അംശം പോലും ഒരിക്കലും എത്തി നോക്കിയിട്ടില്ല. ഇതിനെയാണ് ഇരട്ട നിഴൽ കുഴികൾ എന്ന് വിളിക്കുന്നത്. അല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടുത്തെ താപനില എന്ന് പറയുന്നത് -248 ഡിഗ്രി സെൽഷ്യസ് ആണ്, 25 കെൽവിനോളമാണ് എന്നാണ് പറയുന്നത്. അതായത് സൗരയുദ്ധത്തിലെ തന്നെ ഏറ്റവും തണുപ്പേറിയ ഇടങ്ങളിൽ ഒന്ന്. ഈ കൊടും തണുപ്പുള്ളത് കൊണ്ട് മാത്രമാണ് കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് ആ ഐസ് കട്ടകൾ ഉരുകിപ്പോകാതെ അവിടെ തന്നെ സംരക്ഷിക്കപ്പെട്ടത്. ISROയുടെ റിപ്പോർട്ട് പ്രകാരം ശാസ്ത്രജ്ഞർ ഇത്തരം 9 പ്രധാന കുഴികളാണ് പഠന വിധേയമാക്കിയിരിക്കുന്നത്. അതിൽ ഫൗസ്നി ക്രേറ്റർ എന്ന ഒരു വലിയ കുഴിക്കുള്ളിലുള്ള 1.1 കിലോമീറ്റർ വീതിയുള്ള ഒരു ചെറിയ ആണ് ഏറ്റവും ശക്തമായ ഐസിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന് 2 പ്രധാന തെളിവുകളാണ് ശാസ്ത്രജ്ഞർ നിരത്തുന്നത്. ഒന്നാമതായിട്ട് റേഡാർ തരംഗങ്ങൾ ഐസിൽ തട്ടി തിരിച്ചു വരുമ്പോഴുണ്ടാകുന്ന സവിശേഷമായ വോളിയോമെട്രിക് സ്കാറ്ററിംഗ്, ആ സിഗ്നൽസ്. ഇനി രണ്ടാമതായിട്ട് ഈ കുഴിയുടെ അരികുകൾക്ക് ഒരു തരം ഒഴുകിപ്പോയ ആകൃതിയാണ്, ലോബേഡ് റിം മോർഫോളജി എന്ന് പറയും, അതാണുള്ളത്. അതായത് പണ്ട് എപ്പോഴും ഒരു ഉൽക്ക വന്ന് ചന്ദ്രനിൽ ഇടിച്ചപ്പോൾ അവിടുത്തെ മണ്ണിലിടയിലുള്ള ഐസ് ഉരുകി പുറത്തേക്ക് തെറിക്കുകയും പിന്നീട് പെട്ടെന്ന് തണുത്തുറഞ്ഞ് രൂപപ്പെട്ടതുമായ ഒരു സംഘടനയാണിത്. പാറകളും മണ്ണും മാത്രമുള്ള സാധാരണ കുഴികളിൽ ഇത്തരം ഘടന കാണാറില്ല. ഇനി നമുക്ക് ചിന്തിക്കാം, ചന്ദ്രനിൽ കുറച്ച് ഐസ് കണ്ടെത്തി എന്ന് കരുതി മനുഷ്യന് എന്താണ് നേട്ടമെന്ന്. സുഹൃത്തുക്കളെ, ഇത് വെറും ഒരു മഞ്ഞുകട്ടയല്ല, വരും തലമുറയുടെ ഇന്ധനമാണ് എന്ന് പറയണം. ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്ക് വെള്ളം കൊണ്ടുപോകുക എന്നത് ഭയങ്കര ചെലവേറിയ ഒരു കാര്യമാണ്. എന്നാൽ ചന്ദ്രനിൽ നിന്ന് തന്നെ വെള്ളം ലഭിച്ചാൽ അത് ശുദ്ധീകരിച്ച് നാളത്തെ ബഹിരാകാശ സഞ്ചാരികൾക്ക് കുടിവെള്ളമാക്കാം. അതിലുമുപരി വെള്ളത്തിന്റെ തന്മാത്രകളെ, അതായത് വെള്ളം എന്ന് പറയുന്നത് H2O ആണ്, ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് H2O ആണ്. ഇതിനെ വേർതിരിച്ച് ഹൈഡ്രജനും ഓക്സിജനും ആക്കി മാറ്റിയാൽ അത് വമ്പൻ റോക്കറ്റ് ഇന്ധനമായി ഉപയോഗിക്കാം. അതായത് ഭാവിയിൽ ചൊവ്വയിലേക്കും മറ്റ് ഗ്രഹങ്ങളിലേക്കും മനുഷ്യൻ നടത്തുന്ന യാത്രകളിൽ ചന്ദ്രൻ ഒരു പെട്രോൾ പമ്പ് അല്ലെങ്കിൽ ഒരു റീഫ്യൂവലിംഗ് സ്റ്റേഷൻ ആയിട്ട് മാറുമെന്ന് പറയണം. അതുകൊണ്ടാണ് നാസയുടെ ആർടെമിസ് മിഷനും അതുപോലെ ചൈനയും ഇന്ത്യയും എല്ലാം ചന്ദ്രന്റെ സൗത്ത് പോളിലേക്ക് വണ്ടി പിടിക്കുന്നത്. ആ മത്സരത്തിലാണ് ഇപ്പോൾ ചന്ദ്രയാൻ 2 ഇന്ത്യ മറ്റ് രാജ്യങ്ങളെക്കാൾ ഒരു പടി മുന്നിലെത്തിയിരിക്കുന്നത്. അപ്പോൾ 2019 വിക്ഷേപിച്ച ചന്ദ്രയാൻ 2 ഇന്നും ചന്ദ്രനെ വലം വെച്ചുകൊണ്ട് ഇന്ത്യയുടെ അഭിമാനം ഉയർത്തുകയാണ്. മുൻപ് ചന്ദ്രനിൽ വെള്ളത്തിന്റെ തന്മാത്രകൾ കണ്ടെത്തിയതും ഇതേ ചന്ദ്രയാൻ മിഷനുകളായിരുന്നു. ഇപ്പോൾ ഭൂഗർഭ ഐസിന്റെ ശക്തമായ തെളിവുകൾ കൂടി പുറത്തു വന്നതോടെ വരാനിരിക്കുന്ന ചന്ദ്രയാൻ 4 ദൗത്യങ്ങൾക്ക് ഇവിടെ ലാൻഡ് ചെയ്യണം, എവിടെ ഖനനം നടത്തണമെന്ന് കൃത്യമായ പ്ലാൻ ഉണ്ടാക്കാൻ ISROയ്ക്ക് സാധിക്കും.
ഇന്ത്യ ഒരേ സമയം രണ്ട് വൻ ആണവായുധ ശക്തികൾക്ക് നടുവിലാണ് ജീവിക്കുന്നത് എന്ന് നമുക്കറിയാം. കിഴക്കായിട്ട് ചൈനയും പടിഞ്ഞാറായിട്ട് പാകിസ്ഥാനും. ഇപ്പോഴിതാ ലണ്ടൻ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന പ്രശസ്ത തിങ്ക് ടാങ്ക് ആയ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്ട്രാറ്റജിക് സ്റ്റഡീസ് IISS പുറത്തുവിട്ട 2026 ഏറ്റവും പുതിയ സെക്യൂരിറ്റി റിപ്പോർട്ട് ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. ഇന്ത്യ ഇപ്പോൾ കടന്നു പോകുന്നത് നോ വാർ നോ പീസ്, അതായത് പൂർണ്ണമായ യുദ്ധവുമില്ല എന്നാൽ സമാധാനവുമില്ലാത്ത ഒരു സങ്കീർണമായ ഹൈബ്രിഡ് അവസ്ഥയിലൂടെയാണ്. സിംഗപ്പൂരിൽ നടക്കുന്ന പ്രശസ്തമായ ഷാങ്ഗ്രില ഡയലോഗ് പ്രതിരോധ ഉച്ചകോടിക്ക് മുന്നോടിയായി വന്ന ഈ റിപ്പോർട്ട് ആഗോളതലത്തിൽ തന്നെ വലിയ ചർച്ചയായിട്ടുണ്ട്. എന്താണ് ഇന്ത്യ നേരിടുന്ന ഈ ഇരട്ട മുന്നണി ടു ഫ്രണ്ട് ചാലഞ്ച്, വെല്ലുവിളി എന്താണ്? ഇന്ത്യൻ സൈന്യം ഇതിനെ നേരിടാൻ എങ്ങനെയാണ് തയ്യാറെടുക്കുന്നത്? കൂടെ കാനഡ ഉയർത്തിയ പുതിയ വിവാദങ്ങൾക്ക് ഇന്ത്യൻ ഹൈക്കമ്മീഷണർ നൽകിയ മറുപടി എന്താണ്? പരിശോധിക്കാം. IISSന്റെ 150 പേജുള്ള റിപ്പോർട്ടിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ തങ്ങളുടെ മിലിറ്ററി ഡോക്ട്രിൻ അഥവാ സൈനിക സിദ്ധാന്തങ്ങളിൽ വലിയൊരു മാറ്റം വരുത്തി കഴിഞ്ഞു എന്നാണ്. പഴയതുപോലെ അതിർത്തിയിൽ വന്ന് ആക്രമിക്കുമ്പോൾ മാത്രം പ്രതിരോധിക്കുന്ന ശൈലി ഇന്ത്യ അവസാനിപ്പിച്ചു. ഇപ്പോൾ ഇന്ത്യ പിന്തുടരുന്നത് ആക്രമണാത്മക പ്രതിരോധമാണ്. റിപ്പോർട്ട് എടുത്തു പറയുന്നത് ഇന്ത്യ സമീപകാലത്ത് നടത്തിയ സർജിക്കൽ സ്ട്രൈക്കുകളെ കുറിച്ചാണ്. അതിർത്തി കടന്നുള്ള തീവ്രവാദത്തിന് ഇന്ത്യ നൽകുന്ന മറുപടി ഇനി പഴയതുപോലെ ആയിരിക്കില്ല എന്ന ശക്തമായ സന്ദേശമാണ് ഇതിലൂടെ നൽകപ്പെട്ടത്. നയതന്ത്ര പരിധികൾ ലംഘിച്ച് ശത്രുവിന്റെ ഭൂപ്രദേശത്തേക്ക് കടന്നു ചെന്ന് ആക്രമണം നടത്താനുള്ള രാഷ്ട്രീയവും സൈനികവുമായ ആർജവം ഇന്ത്യ കൈവരിച്ചിരിക്കുന്നു. ഈ മിന്നൽ ആക്രമണങ്ങളിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ ഇന്ത്യൻ സൈന്യം തങ്ങളുടെ സിസ്റ്റത്തിലേക്ക് വിജയകരമായി ഉൾപ്പെടുത്തി കഴിഞ്ഞു. പാകിസ്ഥാനുമായി നിലനിൽക്കുന്ന നിയന്ത്രണ രേഖയും, അതായത് LOC ലൈൻ ഓഫ് കൺട്രോൾ, ചൈനയുമായുള്ള യഥാർത്ഥ നിയന്ത്രണ രേഖയും LAC ഒരേ സമയം സജീവമായി നിലനിർത്തുക എന്നത് ഏതൊരു രാജ്യത്തിനും വലിയ സാമ്പത്തിക സൈനിക ബാധ്യതയാണ് വരുത്തിവെക്കുന്നത്. ഈ രണ്ട് അതിർത്തികളിലെയും ഭീഷണികൾ വ്യത്യസ്തമാണ്. പാകിസ്ഥാനുമായിട്ടുള്ള അതിർത്തികൾ പലപ്പോഴും തീവ്രവാദ നുഴഞ്ഞുകയറ്റങ്ങൾ കൊണ്ടും അതുപോലെ അപ്രതീക്ഷിതമായിട്ടുള്ള ഷെൽ ആക്രമണങ്ങൾ കൊണ്ടും ഒരു സ്ഥിരതയില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ ചൈനയുമായിട്ടുള്ള അതിർത്തികൾ കൂടുതൽ ആസൂത്രിതവും സാങ്കേതികവുമായി മുന്നിട്ട് നിൽക്കുന്നതുമായ സൈനിക വിന്യാസങ്ങൾ കൊണ്ടാണ് ശ്രദ്ധേയമാകുന്നത്. ലഡാക്കിലും അതുപോലെ വടക്ക് കിഴക്കൻ അതിർത്തികളിലും ചൈന നടത്തുന്ന വൻതോതിലുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങളും സൈനിക താവളങ്ങളുടെ നിർമ്മാണവും ഇന്ത്യയെ ദീർഘകാല അടിസ്ഥാനത്തിൽ ഉള്ള ഒരു വലിയൊരു പരമ്പരാഗത യുദ്ധ സന്നിധിയിലേക്കാണ് നയിച്ചിരിക്കുന്നത്. ഒരു നിമിഷം പോലും ആയുധം താഴെ വെക്കാൻ കഴിയാത്ത അത്ര സംഘർഷഭരിതമാണ് ഈ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത്. ഈ റിപ്പോർട്ടിലെ മറ്റൊരു തന്ത്രപ്രധാനമായ നിരീക്ഷണം എന്താണെന്ന് വെച്ചാൽ ആഗോള രാഷ്ട്രീയത്തെ സംബന്ധിച്ചുള്ളതാണ്. തായ്വാൻ വിഷയത്തിൽ അമേരിക്കയും ചൈനയും തമ്മിൽ ഒരു സൈനിക ഏറ്റുമുട്ടൽ ഉണ്ടായാൽ ഇന്ത്യ അതിൽ നേരിട്ട് പങ്കാളിയാകാൻ സാധ്യതയില്ലെന്ന് IISS വിലയിരുത്തുന്നുണ്ട്. സ്വന്തം അതിർത്തികളിലെ സുരക്ഷയ്ക്ക് പരമപ്രധാനമായ മുൻഗണന നൽകുന്ന ഇന്ത്യ തങ്ങളുടെ സ്വാധീന മേഖലയായ ഇന്ത്യൻ മഹാസമുദ്രത്തിന് അപ്പുറത്തേക്ക് ഒരു സൈനിക ഇടപെടലിനും മുതിരില്ല. പക്ഷെ ചൈന മലാക്ക സ്ട്രെയിറ്റ്, മലാക്ക കടലിടുക്ക് പോലെയുള്ള തന്ത്രപ്രധാനമായ കപ്പൽ പാതകളിൽ സ്വാധീനം ഉറപ്പിക്കാൻ നോക്കുന്നുണ്ട്. ഇതിനെ പ്രതിരോധിക്കാൻ നേരിട്ടുള്ള ഒരു യുദ്ധത്തെക്കാൾ ഉപരി സാമ്പത്തികവും നാവികവുമായിട്ടുള്ള ഒരു ഉപരോധ തന്ത്രമായിരിക്കും ഇന്ത്യ പയറ്റുക. ഇതിനായിട്ട് തദ്ദേശീയമായ ആയുധങ്ങൾ നിർമ്മിക്കുന്നതിനും ഡ്രോൺ സാങ്കേതിക വിദ്യയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും സൈന്യത്തിൽ ഉൾപ്പെടുത്തുന്നതിനും ഇന്ത്യ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ഇതിനിടയിലാണ് ഇന്ത്യയുടെ സുരക്ഷാ ക്രമീകരണങ്ങളെയും ആഭ്യന്തര കാര്യങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ട് കാനഡയുടെ ഭാഗത്തു നിന്ന് മറ്റൊരു നീക്കമുണ്ടായത്. ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷാ സംവിധാനങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടു എന്ന തരത്തിൽ വന്ന ഒരു കനേഡിയൻ റിപ്പോർട്ടിനെ കാനഡയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ശക്തമായ ഭാഷയിൽ തള്ളിക്കളഞ്ഞു. ഇത്തരം റിപ്പോർട്ടുകൾ തികച്ചും അടിസ്ഥാനരഹിതമാണെന്നും വസ്തുതകളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത വെറും രാഷ്ട്രീയ അജണ്ട മാത്രമാണെന്നും ഇന്ത്യ വ്യക്തമാക്കി. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ തകർക്കാൻ ചില ശക്തികൾ ബോധപൂർവം ശ്രമിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. ഈ യുദ്ധവുമില്ല സമാധാനവുമില്ലാത്ത അവസ്ഥ ഇന്ത്യയെ പോലെ ഒരു വികസ്വര രാജ്യത്തിന് വലിയൊരു പ്രതിസന്ധിയാണ് ശരിക്കും. കാരണം വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും വിനിയോഗിക്കേണ്ട വലിയൊരു തുക രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായിട്ട് പ്രതിരോധ ബജറ്റിലേക്ക് മാറ്റിവെക്കേണ്ടി വരുന്നു. എങ്കിലും രാജ്യസുരക്ഷയില്ലാതെ വികസനം സാധ്യമല്ല എന്ന യാഥാർത്ഥ്യം ഇന്ത്യക്ക് നന്നായിട്ട് അറിയാം. സമാധാനം നിലനിർത്താൻ ശക്തമായ ആയുധബലം അനിവാര്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരു നവ ഇന്ത്യയാണ് ഇന്ന് നാം കാണുന്നത്. ലോകത്തിന്റെ വിവിധ കോണുകളിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ യുദ്ധങ്ങളും നാണക്കേടുകളും പ്രതിസന്ധികളും നടക്കുമ്പോഴും ഒരു കാര്യം വ്യക്തമാണ്. ഇന്ന് ജിയോ പൊളിറ്റിക്സിലായാലും ബഹിരാകാശ ഗവേഷണത്തിലായാലും ഇന്ത്യ എന്ന രാജ്യം ഒരു വൻ ശക്തിയായി ആഗോളതലത്തിൽ തലയുയർത്തി നിൽക്കുകയാണ്. ശത്രുക്കളുടെ തന്ത്രങ്ങളെ അതിർത്തിയിലും അതുപോലെ കടലിലും ഒരുപോലെ കൂട്ടാനും പരാജയമെന്ന് ലോകം വിചാരിച്ച ഒരു ചാന്ദ്ര ദൗത്യത്തിലൂടെ മനുഷ്യരാശിയുടെ ഭാവിക്ക് തന്നെ വെളിച്ചമേകുന്ന വമ്പൻ ശാസ്ത്ര നേട്ടങ്ങൾ കൈവരിക്കാനും ഇന്ന് ഇന്ത്യക്ക് സാധിക്കുന്നുണ്ട്. വെല്ലുവിളികൾ എത്ര വലുതാണെങ്കിലും കൃത്യമായ കാഴ്ചപ്പാടും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെയും
പോസിറ്റീവായിട്ട് മറികടക്കാമെന്ന് പുതിയ ഇന്ത്യ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു കുതിപ്പ് വരും നാളുകളിൽ രാജ്യത്തെ കൂടുതൽ ഉയരങ്ങളിലേക്ക് നയിക്കുമെന്ന് ഉറപ്പാണ്. ഗുഡ് നൈറ്റ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.